എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഏവർക്കും ബക്രീദ് ആശംസകൾ. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മ പുതുക്കലാണ് ബക്രീദ് അഥവാ ബലിപെരുന്നാൾ. ഈദ് അൽ അദാഹ് എന്ന അറബി വാക്കിൽ നിന്നാണ് ബക്രീദ് എന്ന വിശേഷണം രൂപപ്പെട്ടത്. അദ്ഹ എന്നാൽ ബലി എന്നാണ് അർത്ഥം. ഈദ് അൽ അദാഹ് എന്നാൽ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ഈശ്വര കൽപ്പനയാൽ തൻ്റെ ആദ്യ മകനായ ഇസ്മയിലിനെ ബലി നൽകാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ബക്കരി, ഈദ് എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണ് ബക്രീദ് എന്ന പ്രയോഗം രൂപപ്പെട്ടത്. കൂടാതെ അൽ ബക്ര എന്നാൽ മൃഗം എന്നാണ് അർത്ഥം. മൃഗത്തിനെ ബലി കൊടുക്കുക എന്ന അർത്ഥത്തിലും ബക്ര, ഈദ് ഉപയോഗിച്ചു. അത് ബക്രീദായി പരിണമിച്ചുവത്രേ. സുറിയാനിയിൽ ബക്രക്കു ബുഖ്ര എന്നാണ് ഈ മൃഗബലിക്ക് പറയുന്നത്. വിവാഹിതനായി വളരെക്കാലം കഴിഞ്ഞാണ് ഇബ്രാഹിം നബിക്ക് ഒരു മകൻ പിറന്നത്. ആ മകന് ഇസ്മയിൽ എന്ന് പേരിട്ടു. ഒരിക്കൽ അള്ളാഹു സ്വപ്നത്തിൽ വന്ന് നിനക്ക് ഏറ്റവും പ്രിയങ്കരമായതെന്തോ അത് ത്യജിക്കുവാൻ ഇബ്രാഹിമിനോട് അരുളി ചെയ്തു. തൻ്റെ പുത്രനെയാണ് ഇബ്രാഹിം തന്നെക്കാൾ അധികം സ്നേഹിച്ചിരുന്നത്. അങ്ങനെ മകനെ ബലി കഴിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ പത്നി ഹാജിറ ബീവി ഹൃദയം തകർന്ന് വിമ്മിക്കരഞ്ഞു. മകനെ കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങൾ അണിയിച്ച് സുഗന്ധം പുരട്ടി ഇബ്രാഹിം നബിയും മകനും ഒരേ പാത്രത്തിൽ നിന്ന് ആഹാരം കഴിച്ചു. മകനെയും കൊണ്ട് അദ്ദേഹം പ്രകൃതി രമണീയമായ ഒരു കുന്നിൻ മുകളിലേക്ക് നടന്നു. അവിടെ എത്തി അള്ളാഹുവിൻ്റെ ആജ്ഞയാൽ നിന്നെ ബലി കഴിക്കുവാൻ പോവുകയാണ് എന്ന് ഇസ്മായിലിനോട് പറഞ്ഞു. ആ ബാലൻ സന്തോഷത്തോടെ പിതാവിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അധൈര്യപ്പെടാതെ ഈശ്വര കൽപ്പന നിറവേറ്റിയാലും. ഇബ്രാഹിം നബി മകൻ്റെ കൈകാലുകൾ ബന്ധിച്ച് കമിഴ്ത്തിക്കിടത്തി ബലി നൽകാനായി വാളുയർത്തി. പൊടുന്നനെ ജിബ്രീൽ എന്ന മാലാഖ അവിടെ എത്തി നബിയോട് പറഞ്ഞു, നിർത്തൂ, നീ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. നിന്റെ ത്യാഗം മാനവരാശിക്ക് എന്നെന്നും മാതൃകയായിരിക്കും. ഇതാ മകനു പകരം നീ ഈ ആട്ടിൻകുട്ടിയെ ബലി നൽകൂ. മാലാഖയുടെ വാക്കുകൾ കേട്ട് നബി മകനെ സ്വതന്ത്രനാക്കി ആട്ടിൻകുട്ടിയെ ബലി നൽകി. ത്യാഗത്തിൻ്റെ പരമോന്നത ഉദാഹരണമായ ഈ സംഭവത്തെ തുടർന്ന് ആ സ്മരണ പുതുക്കാൻ ദുൽഹജ് മാസം 10-ാം തീയതി ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പരിപൂർണമായ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഈ ആഘോഷവേളയിൽ മാനവരാശിക്കാകമാനം ഉയർച്ചയുണ്ടാകത്തക്ക രീതിയിലുള്ള സാർവലൗകിക സാഹോദര്യം എന്ന ഭാവം എല്ലാ മനങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.